അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പം ഞങ്ങൾ മീക്കാത്തിലെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു 5:15 ആകുമ്പോഴാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുളിച്ച് ഈറാൻ കെട്ടി വരാനുള്ളതാണ്. കാരണം ഇപ്പം ഇവിടെ ഈ ഒരു സമയം കുറച്ച് ബസ്സുകളൊക്കെ തിരിച്ചു വിടുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 6 മണിയാകുമ്പോഴേക്ക് തന്നെ റെഡി ആയിട്ട് എല്ലാവരും ബസ്സിൻ്റെ അടുത്ത് തന്നെ എത്തി. പിന്നെ സുബഹി നിസ്കരിച്ചിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പിന്നെ ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ ബസ്സിലെത്തിയിട്ട് നിയ്യത്ത് വെച്ച് അങ്ങനെ പോകാനാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ ഉംറ ഇപ്രാവശ്യത്തെ ഉമ്മാക്ക് അൽഹംദുലില്ലാ ഉമ്മാൻ്റെ ആദ്യത്തെ ഉംറ ആണ് ഇപ്പം ഉമ്മ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം പോയതാണ്. ഇപ്പോൾ നേരെ പോകുന്നത് റൂമിലേക്കാണ്. ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഈ ഒരു ഗ്രൂപ്പ് എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുക ഏതാന്നൊക്കെയുള്ള ഇത് നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ നേരെ നമ്മൾ റൂമിലേക്കാണ് പോവുക. റൂമിൽ നിന്ന് പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഹറമിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എക്സ്പെൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് വരുന്നത് എന്ന് ഞാൻ പറയാം എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് യാത്രയുടെ മാത്രം എക്സ്പെൻസ് ഒരാൾക്ക് 200 റിയാലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്ന് റൂമിന് 290 റിയാലാണ്. നമ്മളിവിടെ പുറത്ത് റൂം അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് റൂം ഇതിലേറെ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ നല്ല റൂമാണ്. നമുക്ക് ഉള്ള എമൗണ്ടിനുള്ള നല്ല വർത്തായിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ. പിന്നെ റൂമിന് മാത്രമല്ല നമുക്ക് ഫുഡിനും കൂടി സെപ്പറേറ്റ് ക്യാഷ് അടയ്ക്കണം ഇവിടെ. അതായത് ഫുഡിന് നമുക്ക് ഒരു നേരത്തിന് ഒരാൾക്ക് 10 റിയാൽ വെച്ചിട്ട് നമുക്ക് ഏകദേശം 7 നേരമാണ് ഒരാൾക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ വ്യാഴാഴ്ച അവിടെ എത്തി. വ്യാഴം രാവിലെ ഉച്ചക്ക് രാത്രി, വെള്ളി രാവിലെ ഉച്ചക്ക് രാത്രി, ശനി രാവിലെ, അങ്ങനെ 7 സമയത്തുള്ള ഫുഡാണ്. റൂമിൽ വന്നൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അത്യാവശ്യം നമ്മുടെ കറക്റ്റ് കേരള ഫുഡാണ് അവർ തരുന്നത് കേട്ടോ. ഫുഡ് നമുക്ക് ഒരാൾക്ക് ഈ 10 റിയാലിന് നല്ല ഫുഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ 7 സമയം കേട്ടോ. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഹറമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സെയിം ഹോട്ടൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട്. ഒരു നെഗറ്റീവാണ്. കാരണം ഉമ്മാക്കൊക്കെ എല്ലാ വക്തിനും ഇങ്ങനെ അവിടെ ഹറമിൽ പോയി നിസ്കരിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ 10 മിനിറ്റൊക്കെ നമുക്ക് നടന്ന് വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാൻ. 10-15 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹറമിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് ഞാൻ അധികം ഫസ്റ്റ് പോയപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പോയപ്പോഴൊക്കെയാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഉംറയുടെ തവാഫ് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ സൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ തവാഫിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അമീർ നല്ലൊരു ആളായിരുന്നു കേട്ടോ. കറക്റ്റ് നമുക്ക് ഓരോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോയത്. ഒരു ഉംറ പൂർത്തിയാക്കി മുടിയൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഹറമിനകത്തേക്ക് തന്നെ കയറി. അപ്പോൾ ഇവിടെ ലുഹുർ ബാങ്ക് കൊടുക്കാനുള്ള സമയമാകുമ്പം അവർ ഫുള്ളൊന്ന് ക്ലീനാക്കി ആൾക്കാരൊക്കെ ഒന്ന് മാറ്റുന്ന സമയമാണ്. അപ്പോൾ നമുക്കവിടെ എടുത്തിരുന്ന് നല്ല കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ജനങ്ങളൊരു തിരക്കുകൊണ്ട് എന്തിനാ ഇവരിങ്ങനെ തിരക്ക് പിടിക്കണമെന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ളവരൊക്കെ കുത്തി ഇടിച്ചും വേദനിപ്പിച്ചും അവിടെ കഅബയിലൊന്ന് മുത്തിയിട്ടോ ഒന്ന് തൊട്ടിട്ടോ ഒരു കാര്യമുണ്ടോ എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ പോലെ ഇവർക്കൊക്കെ. നമ്മളിതൊക്കെ പഠിച്ചോനെ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി അല്ല നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ബാക്കിയുള്ളവർ വേദനിപ്പിച്ച് ചെയ്താൽ അത് പഠിച്ചോൻ സ്വീകരിക്കൂല എന്നുള്ളൊരു കോമൺ സെൻസ് എങ്കിലും ഇവർക്കൊക്കെ ഒന്നും ഉണ്ടായിക്കൂടെ. അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ അവിടുത്തെ ഷോപ്പുകളിലൊക്കെ ഒന്ന് വെറുതെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് നമ്മൾ നാട്ടിലേക്ക് ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഉംറ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ നാട്ടിലേക്ക് വരും. അതുകൊണ്ട് വലിയ പർച്ചേസിനുള്ള സമയമൊന്നും നമുക്കില്ല. അങ്ങനെ പർച്ചേസായിട്ട് വിചാരിച്ചിട്ടല്ല, വെറുതെ ഒന്ന് കടകളിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. أشهد أن لا إله إلا الله حي على الفلاح
രാത്രി മഗ്‌രിബും ഇശാവൊക്കെ ഇവിടെ തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഹറമിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു തിരക്ക് കണ്ടപ്പോഴാണ്, നമ്മളെ നാട്ടിൽ നിന്നൊന്നും ഇപ്പോൾ ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, പക്ഷെ എന്നിട്ടും എന്തൊരു തിരക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് മഗ്‌രിബ് ഇശാവൊക്കെ നിസ്കരിച്ച് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് തന്നെ പോകുമ്പോൾ ഏകദേശം ഒരു 12 മണി ഒക്കെ രാത്രി ആയിട്ടുണ്ടാവും. അറിഞ്ഞിട്ടാണത്. ഇത് നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ അകത്ത് കയറിയതാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മൾ ക്ലോക്ക് ടവറിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണ്. കാര്യമായിട്ടൊന്നുമില്ല, ഒരു മാളാണ്. ഫുഡ് സ്പോട്ടാണ് മേലെ മൊത്തം. താഴെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ഈത്തപ്പഴമൊക്കെ വാങ്ങി. ഈത്തപ്പഴം നല്ല അജുവൻ്റെ നല്ല ഈത്തപ്പഴം ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ കാക്കൂന് ഇഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു സ്ട്രെച്ചേഴ്സിൻ്റെ ഒരു ഷൂ എടുത്തു. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അത് ഒക്കെ ഞാൻ ഇനി അടുത്തൊരു നമ്മളെ പോകുമ്പോൾ നമ്മൾ ബാക്ക് പാക്കിംഗ് ഒക്കെ കാണിക്കുമല്ലോ, അപ്പം ഞാൻ കാണിക്കാം ഞാൻ എടുത്ത ഷൂ ഒക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് നേരം കറങ്ങി നമ്മൾ റൂമിലേക്ക് തന്നെ പോയി. ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മോള് ഇവിടെ മദീനത്താണ്, അവർ ഹസ്ബൻഡും അവർ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അവർ ഇന്ന് എന്നെ ഇങ്ങോട്ട് ഉംറക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട്, ഇവിടുന്ന് നമുക്ക് എന്തായാലും കാണാൻ കഴിയില്ല, അപ്പോൾ റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് രാത്രി ഞങ്ങൾ പെട്ടെന്ന് റൂമിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇന്നൊരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ആയിരുന്നു. രാവിലെ നമ്മൾ നേരെ ഒരു ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോയി. അൽഹംദുലില്ലാ ഒരു ഉംറ പൂർത്തിയാക്കി. പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി ഉച്ചയ്ക്ക് ഫുഡും കാര്യമൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഹറമിലേക്ക് തന്നെ വന്നു. ഇവിടെ വന്ന് മഗ്‌രിബും ഇശാവൊക്കെ ഇവിടെ തന്നെ നിസ്കരിച്ച് നമ്മൾ കുറച്ച് സംസം വെള്ളമൊക്കെ എടുത്ത്, അതിൻ്റെ കവറൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുക്കുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് സംസം വെള്ളമൊക്കെ എടുത്ത് നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലും ഒക്കെ ഒന്ന് കണ്ട് നമ്മൾ രാത്രി ഒരു 12 മണി ഒക്കെ ആവും. ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞത്. ഇനി നമുക്ക് നാളെ, അതായത് വെള്ളിയാഴ്ച, ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഈ ദിവസങ്ങളിലൊന്നും ആവില്ല, കാരണം അവിടുന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഇടാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച ഞങ്ങൾ ആണ് വിടവാങ്ങൽ തവാഫ് ചെയ്യുന്നതും രണ്ടാമതൊരു ഉംറ ചെയ്യുന്നതൊക്കെ വെള്ളിയാഴ്ച ആയിരിക്കും. പിന്നെ അവിടെ നമുക്ക് ജുമാക്ക് നിൽക്കാനും ഒക്കെ പറ്റും. അപ്പം അത് വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം എങ്ങനെയൊക്കെയാണ് പിറ്റേ ദിവസം നമ്മുടെ വെള്ളിയാഴ്ച എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, പറ്റുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. മൊത്തമായിട്ട് നമുക്കൊരു ഫോണും കൊണ്ട് നടക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാഹചര്യത്തിൽ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു നമ്മളെല്ലാവരും ഫോൺ എടുക്കുന്ന പോലെ ഇങ്ങനെ എടുത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ എടുക്കുക എന്നുള്ളതുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ അവർ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് ചെയ്തത്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അസ്സലാമു അലൈക്കും.